പണ്ട് തൊടുപുഴയിൽ കൂട്ടുകാരനോടൊപ്പം സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ആദ്യമായി ഇത്രയും ദൂരേക്ക് ബസ് കയറി തൂങ്ങി നിന്ന് പോയതിന്റെ വിമിഷ്ടത്തിൽ എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ തോന്നിയപ്പോൾ അടുത്തിരുന്ന ചേട്ടനെ ആംഗ്യം കാട്ടി. ചേട്ടൻ വേഗം സീറ്റ് ഒഴിഞ്ഞു തന്ന് സന്മനസ് കാട്ടിയെങ്കിലും തൊടുപുഴ എത്തുന്നത് വരെ ഞാൻ ഛർദ്ദിക്കാതെ ചാരിയിരിക്കുന്നത് കണ്ട് തിരക്കിൽ കമ്പിയിൽ തൂങ്ങി നിന്നാടിയ ചേട്ടൻ എന്നെ മനസ്സറിഞ്ഞ് പ്രാഗി. ഓരോരുത്തവന്മാർ സീറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ അടവുകളാണ് എടുക്കുന്നേ. ഛർദ്ദി വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? കലോത്സവം കഴിഞ്ഞ് പോരുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഊണ് കഴിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കയ്യിലുള്ള കാശ് എണ്ണിപ്പെറുക്കി ഒരു ഊണ് പപ്പാതിയാക്കി കഴിച്ച് എണീക്കാൻ തുടങ്ങുമ്പോൾ വെയിറ്റർ ബില്ലൊരു വാലറ്റിൽ കൊണ്ടുവച്ചു. അതെന്താണെന്ന് മനസ്സിലാവാതെ ഞങ്ങൾ തൊട്ടടുത്തിരുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തേലും ടിപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്തോ മക്കളെ. ഞങ്ങൾ തമ്മിൽ നോക്കി എന്ത് ടിപ്പ് കൊടുക്കും. ഞാൻ വേഗം പേനയെടുത്ത് ടിഷ്യൂ പേപ്പറിൽ എഴുതി, നല്ലൊരു ടിപ്പ് പറയാം, കറിയിൽ ഉപ്പ് കുറച്ചാൽ ഊണ് നന്നായേനെ. ടിപ്പ് കൊടുത്ത് വയറ് നിറഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ബില്ലിനൊപ്പം കിട്ടിയ ടിപ്പ് കണ്ട് വെയിറ്ററുടെ കിളി പോയി. എണ്ണിപ്പെറുക്കി തിന്നാൻ വരുന്നവന് ഇതിൽ നല്ല ടിപ്പ് കൊടുക്കാനുണ്ടോ? ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.